കുട്ടികളിൽ മൊബൈൽ അഡിക്ഷൻ നമുക്കിപ്പോൾ ഭയങ്കര സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? കുട്ടികൾക്ക് ഭയങ്കര മൊബൈൽ അഡിക്ഷൻ ആണ്. അത് മാറ്റാൻ പറ്റുന്നില്ല. അവരുടെ സ്വഭാവങ്ങളൊക്കെ ഒത്തിരി മാറുന്നു. അവർക്ക് ഭയങ്കര ദേഷ്യമാണെന്നുള്ളതൊക്കെ. പക്ഷേ ആക്ച്വലി ഈ മൊബൈൽ അഡിക്ഷനിലോട്ട് വിട്ടത് ആരാണ്? നമ്മൾ തന്നെയാണ് അല്ലേ? അതിൻ്റെ ഏറ്റവും കാരണക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരൻറ്റ്സ് തന്നെയാണ്. ഇന്നും അവർ ആ തെറ്റ് ആവർത്തിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഒരു ഭയാനകമായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആക്ച്വലി കുട്ടികൾക്ക് ഈ ഒരു പ്രായത്തിൽ മൊബൈൽസിനെക്കാട്ടും കൂടുതൽ അവർ ആഗ്രഹിക്കുന്നത് നമ്മുടെ പാരൻസിൻ്റെ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ പ്രസൻസ് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് ആക്ച്വലി അത് തന്നെയാണ് വേണ്ടതും. പക്ഷേ ആ ഒരു സമയത്ത് നമ്മൾ ഫ്രീ അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നമ്മളൊരു ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയായിരിക്കും. തിരിച്ച് വരുമ്പോൾ നമ്മൾ ഒരുപാട് വീട്ടിലെ ജോലികളുണ്ടാവും. നമ്മൾ ഒരുപാട് ടയേർഡായിരിക്കും. ഇനി ഒന്നുമില്ല, ജോലിക്കൊന്നും പോവാത്ത ഹൗസ് വൈഫ് ആണെങ്കിൽ പോലും അവരുടെ വീട്ടിൽ കുക്കിംഗ് കാര്യങ്ങൾ മറ്റുള്ള ക്ലീനിങ് ഒക്കെ ആയിട്ട് ഈ കുട്ടീൻ്റെ അടുത്ത് നിൽക്കാനുള്ള ഒരു ടൈമില്ല അല്ലേ? അല്ലെങ്കിൽ അവർ അവിടെ കൊണ്ടുപോകണം, അത് കാണിച്ചു തരണം, ഇതെന്താ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പം നമ്മളെന്ത് ചെയ്യും? ഇതൊക്കെ ഒന്ന് എക്സ്ക്യൂസ് ആക്കാം. കുട്ടീനെ അടങ്ങിയിരുത്താൻ വേണ്ടിയിട്ട് നമ്മളാണ് ആദ്യമായിട്ട് ഈ മൊബൈൽ ഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ മെയിൻ ഒരു കാരണം ഈറ്റിംഗ്. അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യുന്നു? മൊബൈൽ ഫോൺ കൊടുത്തിട്ട് കുട്ടീനെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നു. ഇതൊക്കെ യഥാർത്ഥത്തിൽ പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നൊരു മിസ്റ്റേക്കാണല്ലേ. പണ്ടെന്താണ് ചെയ്യുന്നത്? കുട്ടികൾക്ക് സ്റ്റോറി പറഞ്ഞു കൊടുക്കും. അതേപോലെ നമ്മൾ കാക്കേനെ കാണിച്ചു കൊടുക്കുന്നു, അമ്പിളിമാമനെ കാണിച്ചു കൊടുക്കുന്നു. ആ വീടിൻ്റെ ചുറ്റുപാടത്തൊക്കെ ഒന്ന് നടത്തി കുട്ടീൻ്റെ മൈൻഡൊക്കെ ഒന്ന് കൺവേർട്ട് ചെയ്ത് അങ്ങനെയാണ് നമ്മുടെയൊക്കെ പാരൻസ് നമുക്കൊക്കെ ഭക്ഷണം തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് ആ ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അധ്വാനം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് മൊബൈൽ ഫോണ് കൊടുക്കുന്നത്. കാരണം നമുക്ക് ആ ഒരു എഫേർട്ട് എടുക്കാൻ വയ്യ. അതുകൊണ്ടാണ് നമ്മൾ കുട്ടീനെ മൊബൈൽ ഫോണിലിരുത്തി നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി നോക്കുന്നത്. ശരിക്കും ഇത് അവരിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകുന്നു. ഒരുപാട് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം കുട്ടിക്കുണ്ടാകുന്നു. അവരുടെ ഡെവലപ്മെൻറ്റുകളൊക്കെ കറക്റ്റ് നടക്കാൻ പറ്റാതെ വരുന്നു. അതുപോലെ ഭയങ്കര വാശിയും ദേഷ്യമൊക്കെ കൂടുന്നു. അവർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊസൈറ്റീനെ കാണുന്നില്ല. അതേപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുന്നില്ല. ഇവർ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഫുള്ളി ഇരിക്കുകയാണ്. അപ്പം ഈ ഒരു മൊബൈൽ ഫോൺ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ളത് കുട്ടിക്ക് അറിയുന്നില്ല അല്ലേ? അപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൊബൈൽ ഫോൺ ആദ്യം തന്നെ നമ്മളൊന്ന് മാറ്റി വെക്കുക. കുട്ടി വാശിയാണെന്ന് പറഞ്ഞിട്ടല്ല, ഞാൻ ഒരു ഉറപ്പ് തരുന്നു, കുട്ടി 1 2 ദിവസമേ വാശി പിടിക്കുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുട്ടി ഉറപ്പായിട്ടും അഡാപ്റ്റ് ആവും. ഈ മൊബൈൽ ഫോൺ മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 2 3 ദിവസം വാശിയുണ്ടാവും. പക്ഷേ ഇവർ ഈ വാശി പിടിക്കുന്ന ആ സമയത്ത് തന്നെ നമ്മൾ അവരോട് ദേഷ്യപ്പെടാതെ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യം ഉണ്ടാവുന്നില്ല. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളും മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ വെച്ചാൽ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കും അല്ലേ? ഈ റീൽസൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് നമ്മളെന്ത് ചെയ്യും? കുട്ടീനെ ഉപദേശിക്കും മൊബൈൽ ഫോൺ യൂസ് ചെയ്യരുത്. അവരെന്താ ചിന്തിക്കുന്നത്? അമ്മയ്ക്കും അച്ഛനും ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ എന്നുള്ളത്. ആ ചെറിയ പ്രായത്തിൽ പോലും കുട്ടി അത് തന്നെയാണ്